ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം 9-ാം അനുഭാഗത്തിൻ്റെ അനുഭാഗമാണ് വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ 10-ാമത്തെ അനുഭാഗം നോക്കാം. ശ്രീരുദ്രം 10-ാമത്തെ അനുഭാഗം. അതിൽ 1-ാമത്തെ മന്ത്രം ഇതിൽ നമ്മൾ ഒന്നാം അനുഭാഗം ശ്ലോകരൂപത്തിലാണ് ചൊല്ലിയിരുന്നത്. അതായത് ഋക്കുകളാണ്. പിന്നെ 2 മുതൽ 9 വരെയുള്ള അനുഭാഗങ്ങൾ യജുക്കളാണ്. അതായത് ഒരു പ്രോസ് സ്റ്റൈലാണത്. പക്ഷെ നമ്മൾ അത് ചൊല്ലുന്ന അവസ്ഥയിൽ ഒരു ഋതത്തോടു കൂടെ ചൊല്ലുന്നു. ഇനി 10-ാമത്തെ അനുഭാഗവും ഋക്കാണ്. അതായത് ശ്ലോകരൂപത്തിലാണുള്ളത്. വൃത്തത്തിൽ ബന്ധിതമാണത്. മന്ത്രം ചൊല്ലാം. ഓം ദ്രാവേ അന്തസസ്പദേ ദരിദ്രന്നീലലോഹിത യേഷാം പുരുഷാണാമേഷാം പശൂനാമാഭ്യർമാരോമോ യേഷാം കിഞ്ചനാമമത്. ഒന്നുകൂടെ ശ്ലോകം ചൊല്ലാം, മന്ത്രം ചൊല്ലാം. ദ്രാവേ അന്തസസ്പദേ ദരിദ്രന്നീലലോഹിത യേഷാം പുരുഷാണാമേഷാം പശൂനാം മാഭ്യർമാരോമോ യേഷാം കിഞ്ചനാമമത്. ദ്രാവേ അന്തസസ്പദേ ദരിദ്രന്നീലലോഹിത യേഷാം പുരുഷാണാം യേഷാം പശൂനാം മാ ഭേർമാരോ മോ യേഷാം കിഞ്ചനാമമത്. അർത്ഥം നോക്കാം. ദ്രാവേ ദ്രാവേ ദ്രാവിഹി യഹ കുൽസിതാം ഗതിം പ്രാപയതി. ആരാണോ കുൽസിതമായ ഗതിയെ പ്രാപിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അധർമ്മികളെ ശ്രീരുദ്രൻ അധർമ്മികളെ ശിക്ഷിക്കുകയും പല രൂപത്തിൽ, അതുപോലെ ധർമ്മികളെ രക്ഷിക്കുകയും ചെയ്യുന്നു. രുദ്രഃ അധർമ്മിഷ്ടാൻ ദണ്ഡയതി. രുദ്രഃ അധർമ്മികളെ ദണ്ഡയതി, ശിക്ഷിക്കുന്നു. ധർമ്മിഷ്ഠാൻ രക്ഷതി, ധർമ്മികളെ രക്ഷിക്കുന്നു. അധർമ്മികളെ പല രൂപത്തിലും രോഗങ്ങൾ കൊടുത്തു, പലതരത്തിലുള്ള കഷ്ടതകൾ കൊടുത്തു. അതുപോലെ ഒരു പ്രദേശം മുഴുവനും അധർമ്മികളാണെങ്കിലോ സാംക്രമിക രോഗങ്ങൾ, അതുപോലെ പ്രളയം, അതുപോലെ വരൾച്ച, ദുർഭിക്ഷം, പട്ടിണി, ഇതൊക്കെ കൊടുത്തുകൊണ്ട് ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്ത് ശിക്ഷ കിട്ടിയാലും ഈ മനുഷ്യജീവി പഠിക്കില്ല. ഒരു തരത്തിലും പഠിക്കില്ല. കാരണം അഹന്ത എന്ന് പറയുന്നത്, ഞാനെന്ന ഭാവം എന്ന് പറയുന്നത് ഒരു കാലത്തും മാറില്ല എന്നർത്ഥം. അപ്പോൾ അവനാണ് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന്. അവനെ ശിക്ഷിക്കാനും വേണം. ശിക്ഷിച്ചാലോട്ട് പഠിക്കാനും പോകുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാനും കഴിയും. അപ്പോൾ ഇവിടെ ദ്രാവിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹ കുൽസിതാം ഗതിം പ്രാപയതി. കുൽസിതമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ മോശപ്പെട്ട തരത്തിലുള്ള ഒരു ജീവിതം, നരക ജീവിതം എന്നർത്ഥം.
അതിനെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ദ്രാവി ദുഷ്ടന്മാരെയാണ് സഹ, അതായത് രുദ്രഹ പാപിഷ്ഠാൻ, പാപികളെ കുൽസിതാംഗതിയും പ്രാപയതി, കുൽസിതമായിട്ട് ഉള്ള ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് തള്ളിവിടുന്നവരാണ് എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരെ. അതാണ് ഈ രോഗങ്ങളെന്നും ദുർഭിക്ഷമെന്നും പ്രളയമെന്നും പട്ടിണിയെന്നും ഒക്കെ പറഞ്ഞത്. അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് അധർമ്മിഷ്ഠന്മാരെ, അധർമ്മിഷ്ഠാൻ ശ്രീരുദ്രഹ പ്രാപയതി, അതിനെ പ്രാപിപ്പിക്കുന്നു എന്നാൽ അതിലേക്ക് കൊണ്ടുപോകുന്നർത്ഥം, നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. അധർമ്മിഷ്ഠാൻ, അധർമ്മികളെ. യഹ കുൽസിതാംഗതിയും പ്രാപയതി, യഹ അതായത് ശ്രീരുദ്രഹ പാപിഷ്ഠാൻ കുൽസിതാംഗതിയും പ്രാപയതി. പാപിനോ നരകപ്രധാനേന ക്ലേശേതി, പാപികളെ, പാപിനഹ, പാപികൾക്ക് എന്ത് ചെയ്യാട്ട് നരകപ്രധാനേന, നരകതുല്യമായിട്ട് ഒരു ജീവിതത്തെ കൊടുത്തുകൊണ്ട് ക്ലേശയതി, ക്ലേശം ദദാതി, കഷ്ടതകളെ കൊടുക്കുന്നു ക്രൂരമായിട്ട്, അതായത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഷ്ടങ്ങളെ കൊടുക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ പഠിക്കുമെന്ന് തോന്നില്ല. തിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നതാണ്. ഒന്നാമത് അഹന്ത, ആർത്തി, സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുക എന്നുള്ളൊരവസ്ഥ. ഇത് എന്ന് മാറുന്നോ അത് മാറാനായിട്ടാണ് ഇവിടെ ശിക്ഷ കൊടുക്കുന്നത്. എന്നിട്ടും മാറിയില്ലെങ്കിലോ അവൻ ഈ ജീവിതത്തിൽ മാത്രമല്ല ഇനി എത്ര ജന്മം എടുത്തു കഴിഞ്ഞാലും അവൻ നരകയാതന തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് പാപിനോ നരകപ്രധാനേന ക്ലേശയതി, പാപികൾക്ക്, പാപിനഹ, പാപിനോ പാപിനഹ നരകപ്രധാനേന, നരകത്തെ പ്രദാനം ചെയ്തുകൊണ്ട്, നരകതുല്യമായ ജീവിതം പ്രദാനം ചെയ്തുകൊണ്ട് ക്ലേശയതി, ക്ലേശിപ്പിക്കുന്നുള്ളതാണ്. അപ്പോൾ ദ്രാവേ, അല്ലയോ ദ്രാവേ എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരെ ക്ലേശിപ്പിക്കുന്നവനെ ദ്രാവേ സംബോധനയാണ്. അല്ലയോ ദ്രാവേ, ഹേ രുദ്ര, അല്ലയോ ദ്രാവേ, അതായത് അല്ലയോ ദുഷ്ടന്മാരെ ക്ലേശിപ്പിക്കുന്നവനെ, ശിക്ഷിക്കുന്നവനെ. എങ്ങനെയോ അന്തസസ്പദേ, അന്തസഹ എന്ന് പറഞ്ഞാൽ അന്നത്തിൻ്റെ, അന്നസ്യ, അന്തസഹ, അന്തസഹ പതിഹി, പതി എന്ന് പറഞ്ഞാൽ യജമാനൻ, പ്രഭു, അന്നത്തിൻ്റെ പതിയാണ്. രുദ്രഹേവ അന്നം ദദാതി, അന്നം തരുന്നത്, ഭക്ഷണത്തെ തരുന്നത്, ഉണ്ടാക്കുന്നത് തന്നെ ആരാണ്? ശ്രീരുദ്രൻ, ആ പരമേശ്വരൻ തന്നെയാണ്. സോ അന്തസഹ പതിഹി, അന്തസപതിഹി, അന്നസ്യ പതിഹി, അന്നസ്യ പ്രഭു. അന്തസഹ അന്നത്തിൻ്റെ, അന്തസഹ പതിഹി, അന്നസഹ, അന്തസഹ പതിഹി, അന്തസ പിന്നെ ഹ എന്നുള്ളത് വിസർഗം, അതും സ എന്ന് വരുന്നുണ്ട്. അന്തസഹ പതി നിർഭ, അതായത് സന്ധി ചേരുമ്പോൾ, സന്ധി. അന്തസഹ പതിഹി അന്തസപതിഹി, അന്നസ്യ പതിഹി, അന്നസ്യ പ്രഭു, അന്നസ്യ പാലക, അന്നത്തെ പരിപാലിക്കുന്നവൻ. ജീവജാലങ്ങളുടെയും ഭക്ഷണത്തെ പരിപാലിക്കുന്നവനാണ്, അഥവാ ഭക്ഷണം നൽകുന്നവൻ തന്നെ ശ്രീ രുദ്രഹേവ, രുദ്രൻ തന്നെയാണ്, ശ്രീ പരമേശ്വരൻ തന്നെയാണ്. അപ്പോൾ അല്ലയോ ദ്രാവേ, ദുഷ്ടന്മാരെ ക്ലേശിപ്പിക്കുന്നവനെ, എന്തിനു വേണ്ടിയിട്ട്? തിരുത്തുന്നതിന് വേണ്ടിയിട്ട്, പരിവർത്തനാർത്ഥം, പരിവർത്തനം ചെയ്തതിന് വേണ്ടിയിട്ടാണ്.
അതായത് ജീവിത രീതി പരിവർത്തനം ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വമേധയാ, അതായത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ചിന്തിക്കണം. കിമർത്ഥം കിമർത്ഥം ഏതത് കഷ്ടം, ഈ കഷ്ടം നിപതതി, എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന്. പക്ഷെ പലരും ചിന്തിക്കാറില്ല അർത്ഥം. അപ്പോൾ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദ്രാവേ, അല്ലയോ ദ്രാവേ, അന്തസസ്പതേ അന്നസ്യ പതി, അന്നപതേ അന്നത്തിൻ്റെ പതിയേ, അന്നസ്യ പാലക, ഹേ അന്നസ്യ പാലക, അന്നത്തിൻ്റെ പാലകനെ. ദ്രാവേ അന്തസസ്പതേ ദരിദ്രൻ നീലലോഹിത, ദരിദ്രൻ നീലലോഹിത, ദരിദ്രത് നീലലോഹിത, ദരിദ്രത്. അല്ലയോ ദരിദ്രനെ, ആരാണ് ദരിദ്രൻ? ഇവിടെ ശ്രീ രുദ്രനാണ് ദരിദ്രനായിട്ട് അത് സംബോധന ചെയ്യുന്നത്. ദരിദ്രൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ലാത്തവൻ, അകിഞ്ചനഹ, ഒന്നുമില്ലാത്തവൻ എന്നർത്ഥം. ശ്രീരുദ്രൻ അതായത് പരിപൂർണമായിട്ട് എല്ലാത്തിനെയും ത്യജിച്ചവൻ എന്നർത്ഥം. അതായത് സന്യാസത്തിൻ്റെ പരകോടിയിലുള്ളവൻ എന്നർത്ഥം. ശ്രീ പരമേശ്വരനെ സംബന്ധിച്ച് അതായത് ഈ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത്, ആ പ്രപഞ്ചശക്തിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമോ ഒന്നുമില്ലാത്തതാണ്, അറിയാം. പിന്നെ ആഗ്രഹമില്ലെങ്കിൽ എന്തിനാണ് സൃഷ്ടി എന്നുള്ളത്. ഈ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചശക്തിയുടെ തന്നെ എന്തു പറയാം, ഇന്നേറ്റ് ആയിട്ടുള്ളത്, അതിലടങ്ങിയിരിക്കുന്ന ഒരു വസ്തുതയാണെന്ത് സൃഷ്ടി എന്ന് പറയുന്നത്. സൃഷ്ടിയില്ലെങ്കിൽ അത് ജഡമായിരിക്കും. ഈ പ്രപഞ്ചശക്തി തന്നെ ജഡമായിരിക്കും. അപ്പം സൃഷ്ടി എന്നുള്ളത് അതായത് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ജീവൻ്റെ ഒരു ഭാഗമാണത്. അതായത് ജീവിക്കുന്നുണ്ടോ ഈ ശരീരം, നമ്മുടെ ശരീരം ജീവനുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ അത് സ്വമേധ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ പിന്നെ ആഗ്രഹപ്രകാരം അല്ലല്ലോ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതും അതുപോലെ തന്നെ ഹൃദയം മിടിക്കുന്നതും. അത് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം തന്നെ നമ്മൾ അറിയാതെ തന്നെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത് ഇന്നേറ്റാണ്, അത് പിന്നെ ജന്മപരമായിട്ടുള്ള ഒരു സാധനമാണ്. അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ അഥവാ നമ്മുടെ ജീവനെന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, ജീവിച്ചിരിക്കുക എന്നുള്ളത്, അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണത്. അത് തനിയെ ഉണ്ടാകുന്നതാണത്. അപ്പം ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഇഷ്ടപ്രകാരം അല്ല പിടിക്കുന്നത്. അതുപോലെ തന്നെ ഈ പരമ്പൊരുൾ എന്ന് പറയുന്ന അഥവാ പരമേശ്വരൻ എന്ന് പറയുന്ന പ്രപഞ്ചശക്തി സൃഷ്ടിക്കുന്നത് ആഗ്രഹം കൊണ്ടല്ല. അവിടെ അത് ആക്റ്റീവായിരിക്കും എപ്പോഴും. ആക്റ്റീവാണെങ്കിലേ അത് ജീവസുറ്റതെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ജഡം എന്ന് പറയേണ്ടി വരും. ഈ പരമ്പൊരുൾ, ഈ പരാശക്തി, ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് അഥവാ ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് ശ്രീ രുദ്രൻ, ഇവിടെ ശ്രീ പ്രപഞ്ചശക്തിയെ രുദ്രനായിക്കോട്ടെ നമ്മൾ കാണുന്നത്, രുദ്രരൂപത്തിലാണ് കാണുന്നത്. ശ്രീരുദ്രൻ എന്ന് പറയുന്ന ആ പ്രപഞ്ചശക്തി, അതിൻ്റെ ക്വാളിറ്റിയാണ്, ആ ശക്തിയുടെ ഒരു ക്വാളിറ്റിയാണ് അത്. അതാ സൃഷ്ടി എന്ന് പറയുന്നത്. സൃഷ്ടിച്ച പിന്നെ സ്ഥിതി, പിന്നെ സംഹാരം, ഈ മൂന്നും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ബാലൻസ്ഡ് ഈ പ്രപഞ്ചം ബാലൻസ്ഡ് ആയിരിക്കില്ല, സമനിലയിലായിരിക്കില്ല, നശിച്ചു എന്നോ നശിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് ഇന്നേറ്റ് ആയിട്ടുള്ളതും ജന്മന ഉള്ളത്. അതിനോട് എന്താ പറയുക, കൂടപ്പിറപ്പ് എന്നൊക്കെ പറയുന്ന മാതിരി ആ പ്രപഞ്ചശക്തിയുടെ ഒരു ക്വാളിറ്റിയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അതിന് പ്രത്യേക ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല സൃഷ്ടി നടത്തുന്നത്. ആ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം മിടിക്കുന്നത് മാതിരിയുടെ ഒരവസ്ഥയാണത്. അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് ഇന്നേറ്റ് എന്ന് പറയുന്നത് ആ പ്രപഞ്ചശക്തിയോടുകൂടെ ഉള്ള ഒരു ക്വാളിറ്റിയാണത്. അപ്പോൾ ഇവിടെ ദരിദ്രത്, ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് അത് ശ്രീരുദ്രൻ എന്ന് പറയുന്നത് ദരിദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപൂർണമായിട്ടും വിരക്തനാണ്, സ്വയം വിരക്ത, ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയുള്ള ആണ്, വിരക്തനാണ്. അതുകൊണ്ട് ദരിദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്രഹമില്ലാത്തന്നെ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതെന്ന് അർത്ഥം.
അതാണ് ഞാനിപ്പോൾ എല്ലാത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, സൃഷ്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നോ, സ്ഥിതിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നോ, സംഹാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നോ എന്നുള്ള അവിടെ ഒരു ക്വസ്റ്റ്യനെ വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നേറ്റാണ്, ഇതില്ലെങ്കിൽ അത് ജഡമാണ്. ഇപ്പോൾ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് അത് എപ്പോഴും പൾസേറ്റ്, അത് സ്പന്ദിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണത്. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ സൃഷ്ടി എന്ന് പറയുന്നത് ആ പ്രപഞ്ചശക്തിയുടെ തന്നെ ഒരു ഗുണമാണത്. പിന്നെ സൃഷ്ടി വന്നു കഴിഞ്ഞാൽ സ്ഥിതിയും സംഹാരവും അതിൻ്റെ പുറകെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വിരക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസംബന്ധമാണ്, അതിനുള്ള ഒരു വകുപ്പില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് അത് അടിസ്ഥാനരഹിതമാണ്. കാരണം അവൻ ശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കൽ എന്ത് അർത്ഥമാണുള്ളത്? ശ്വസിച്ചില്ലെങ്കിൽ ഇല്ല, അത് ജഡമാണ്. ശ്വസിക്കാൻ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ജഡമാണ്, നിർജീവമാണ്. ജീവൻ്റെ അടയാളം എന്ന് പറയുന്നത് ഈ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും ഒക്കെ തന്നെയാണ്, സ്പന്ദനം. അപ്പോൾ ഇവിടെ ദരിദ്രത്, ശ്രീ പരമേശ്വരനെ ഇവിടെ ദരിദ്രൻ എന്ന് വിശേഷിച്ചു, അല്ലയോ ദരിദ്ര എന്ന് പറഞ്ഞാൽ വിരക്തൻ എന്നർത്ഥം. സ്വയം വിരക്തനായിട്ട്, സ്വയം വിരക്ത, ഹേ സ്വയം വിരക്ത, ഹേ രുദ്ര, എങ്ങനെയാണ് സ്വയം വിരക്ത, സ്വയം വിരക്ത. അപ്പോൾ സ്വമേധയാ എന്താണ്? യാതൊരു ആഗ്രഹമില്ലാത്തവൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെയും കൈവശം വെക്കാത്ത എന്നുള്ള അർത്ഥത്തിൽ, എന്നാൽ എല്ലാം ശ്രീരുദ്രൻ്റെ കൈവശമുള്ളത് തന്നെ എന്നർത്ഥം. അപ്പോൾ ഇവിടെ സ്വയം വിരക്തനായതും ദരിദ്രത്, നീലലോഹിത, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നീലലോഹിത, കണ്ടേ നീലവർണ്ണം, ശേഷഭാഗെ താമ്രവർണ്ണം. ആദിത്യൻ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന അവസരത്തിലുള്ള ആ വർണ്ണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് നല്ല ചുട്ടുപഴുത്ത ചെമ്പിൻ്റെ ഉജ്ജ്വലമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ആദിത്യരൂപം രാവിലെ പ്രഭാതത്തിൽ താമ്രവർണ്ണമായിരിക്കുന്നത്. താമ്രവർണ്ണം ചുട്ടുപഴുത്ത ചെമ്പിൻ്റെ വർണ്ണം, ഇതാണ് താമ്രവർണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഖണ്ഡത്തിൽ നീലലോഹിതം, കണ്ടേ നീലവർണ്ണം. ഖണ്ഡത്തിൽ എന്തുകൊണ്ടാണ് നീലവർണ്ണം എന്ന് പറഞ്ഞത്? കാളകൂട വിഷത്തെ രുദ്രഹ ധരതി, രുദ്രൻ ശ്രീ പരമേശ്വര കണ്ഠേ കാളകൂട വിഷം ധരതി. കാളകൂടത്തെ വിഷത്തെ ഖണ്ഡത്തിൽ തൊണ്ടയിൽ ധരിച്ചിരിക്കുന്നവനാണ് ആര്? അതെങ്ങനെ കാളകൂട വിഷം അവിടെ വന്നു എന്നുള്ളത് അറിയാവുന്നതാണ്. പാൽക്കടൽ കടഞ്ഞ അവസരത്തിൽ കാളകൂട സർപ്പത്തെയാണ് ഈ മന്ത്, ഈ തൈര് കലക്കാൻ ഉപയോഗിക്കുന്ന മന്ത്, ആ മന്തിനെ ചുറ്റുന്നതിനായിട്ട്, അതിനെ കറക്കുന്നതിനായിട്ട് ഈ കാളകൂട സർപ്പത്തെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് വിഷം തുപ്പുകയും ആ വിഷം അമൃതത്തിൽ പടരാതിരിക്കുന്നതിന് വേണ്ടി ശിവൻ ശ്രീ പരമേശ്വരനെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിഴുങ്ങി ഉള്ളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് എന്ത് ചെയ്യുന്നു? ഇവിടെ ഘനീഭവിക്കുന്നു. അതിന് കുറേ കഥകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇവിടെ പറയാനുള്ള സ്പേസ് ഇല്ല, പിന്നീട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം. അപ്പോൾ കാളകൂട ശ്രീരുദ്ര ശ്രീ പരമേശ്വര കണ്ടേ കാളകൂട വിഷം ധരതി, അതഹ ഖണ്ഡസ്യ വർണ്ണം നീലവർണ്ണം, അതഹ നീലകണ്ഠക, അതുകൊണ്ട് നീലകണ്ഠൻ. പിന്നെ ശേഷഭാഗം താമ്രവർണ്ണ, ജ്വലിക്കുന്ന ചെമ്പിൻ്റെ വർണ്ണം. അതായത് ആദിത്യന് രാവിലെ പ്രഭാതത്തിൽ ഉദിച്ചു വീരുന്ന അവസരത്തിൽ താമ്രവർണ്ണമാണ്. ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശ്രീരുദ്രനെ ശ്രീ പരമേശ്വരനെ ആദിത്യനിൽ കണ്ടുകൊണ്ടാണ് ഈ മന്ത്രജപം ചെയ്യുന്നത്. ആദിത്യനിൽ കണ്ടിടും. അപ്പോൾ ആദിത്യൻ്റെ രൂപം തന്നെയാണ്, ആദിത്യരൂപത്തിൽ ആദിത്യനിൽ സ്ഥിതി ചെയ്ത് പ്രകാശരൂപത്തിൽ നമുക്ക് ശ്രീരുദ്രൻ ദർശനത്തെ തരുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മന്ത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ഋഷ്യാധികം
പറയുന്ന അവസരം പറഞ്ഞിട്ടുണ്ട് ദേവത. അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു അനുവാദത്തിൽ. അതായത് സംഘർഷണമൂർത്തി സ്വരൂപോയോസാവാദിത്യ പരമപുരുഷ സയേഷാ രുദ്രോ ദേവത എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഘർഷണമൂർത്തി സ്വരൂപോയോസാവാദിത്യ പരമപുരുഷ സയേഷാ രുദ്രോ ദേവത. ദേവത ആരാണ്? രുദ്രൻ, ശ്രീരുദ്രൻ ദേവതയാണ്. ആ ദേവതയെ എന്തിൽ കണ്ടുകൊണ്ട്? ആദിത്യനിൽ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ ആദിത്യ രൂപത്തിൽ നമുക്ക് ദർശനത്തെ തരുന്ന ശ്രീരുദ്രനെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഈ മന്ത്ര ഉച്ചാരണം, മന്ത്രജപം നമ്മൾ ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ ഉദിച്ചു വരുന്ന ആദിത്യൻ എന്താണ്? താമ്രവർണ്ണരൂപേണ ദർശനം ദദാതി, ദർശനത്തെ തരുന്നു എന്ന്. അപ്പോൾ ഇവിടെ എന്താണ്? ദ്രാവേ അന്തസസ്പദേ ദരിദ്രനീലലോഹിത. ഇപ്പോൾ ദരിദ്രനും എന്ന് പറഞ്ഞാൽ സ്വയം വിരക്തനും, നീലലോഹിത കണ്ടേ നീലവർണം, ശേഷഭാഗേ അഥവാ അന്യത്ര മറ്റു ഭാഗങ്ങളിൽ കണ്ടമൊഴിച്ചുള്ള ഭാഗങ്ങൾ, താമ്രവർണ്ണരൂപേണ ദർശനം ദദാതി, നമുക്ക് ദർശനത്തെ തരുന്നതാണ്. അപ്പോൾ ദ്രാവേ ദുഷ്ടന്മാർക്ക് ക്ലേശത്തെ കൊടുക്കുന്നവന്, അല്ലയോ ദ്രാവേ അന്തസസ്പതയെ അന്നസ്യ പതിക്ക് അന്നസ്യ പാലക, അല്ലയോ അന്നത്തിൻ്റെ പാലകനായിട്ടുള്ളവനുമേ. ദരിദ്രത്, അല്ലയോ സ്വയം വിരക്തനായിട്ടുള്ളവനെ. നീലലോഹിത, കണ്ടത്തിൽ നീലവർണ്ണവും ബാക്കി ഭാഗങ്ങളിൽ ലോഹിതവർണ്ണവും. ലോഹിതം എന്ന് പറഞ്ഞാൽ ലോഹവർണ്ണം എന്നുമുണ്ട്. ലോഹം എന്ന് വെച്ചാൽ ഇരുമ്പാണ്. ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെ, സാധാരണ അതിലേക്ക് താമ്രവർണ്ണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെ വർണ്ണവും ഏകദേശം അതുപോലെ തന്നെയായിരിക്കും. ചുട്ടുപഴുക്കുന്ന ഇരുമ്പിൻ്റെ വർണ്ണവും ഏകദേശം ചെമ്മിൻ്റെ ഒരു കളർ തന്നെയായിരിക്കും ഉണ്ടാവുക. ലോഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പാണ്. ഇവിടെ നമ്മൾ താമ്രവർണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. ഉദിച്ചു വരുന്ന സൂര്യൻ്റെ, ആദിത്യൻ്റെ വർണ്ണം. അപ്പോൾ അല്ലയോ നീലലോഹിത, അല്ലയോ ദരിദ്രത്, അല്ലയോ സ്വയം വിരക്തനായിട്ടുള്ളവരെ, ഒരാഗ്രഹങ്ങളും ഇല്ലാത്തവൻ, ഒരു സാധനവും കൈവശമില്ലാത്തവൻ. പിന്നെയോ നീലവർണ്ണത്തോടു കൂടിയവനും, കണ്ടത്തിൽ നീലവർണ്ണത്തോടും, കണ്ടേ നീലവർണ്ണ. പിന്നെ അന്യത്ര മറ്റു ഭാഗങ്ങളിൽ ശേഷഭാഗേ താമ്രവർണ്ണ. നീലലോഹിത, അല്ലയോ നീലലോഹിത, അങ്ങ് ഞങ്ങൾക്കായിട്ട് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? യേഷാം പുരുഷാണാം, യേഷാം ഈ പുരുഷന്മാരെ, പുരുഷാണാം ഈ പുരുഷന്മാരെ, പുരുഷാണെന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ എന്നാണ് വരുന്നത്. യേഷാം പുരുഷാണം, ഈ ജനങ്ങളെ, ഈ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ജനങ്ങൾ. ആരൊക്കെ ജനങ്ങൾ? ബന്ധുമിത്രാദികൾ, പുത്രപൗത്രാദീനാം, പുത്രപൗത്രന്മാർ, ബന്ധുജനങ്ങൾ. യേഷാം പുരുഷാണാം, പിന്നെയോ യേഷാം പശൂനാം, പിന്നെ ഞങ്ങൾ ജീവിക്കുന്നത് എങ്ങനെ? ഗോക്കൾ, പശു അസറ്റാണ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വൈദിക കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പത്തെന്ന് പറയുന്നത് ഭൂമിയും അതുപോലെ തന്നെ ഗോക്കൾ പശുവിനാം എന്ന് പറഞ്ഞാൽ ഗോക്കൾ, അതുപോലെ മഹിഷം എന്ന് പറഞ്ഞെങ്കിൽ എരുമ, മഹിഷി. അപ്പോൾ യേഷാം അസ്മദീയാനാം, ഞങ്ങളുടെ, യേഷാം പുരുഷാണെന്ന് പറഞ്ഞെങ്കിൽ ഈ പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ പുത്രപൗത്രാദീനാം, പുത്രപൗത്ര ബന്ധുമിത്രാദീനാം, പുത്രപൗത്ര ബന്ധുമിത്രാദീനാം, പുത്രന്മാർ, പേരക്കുട്ടികൾ,
അതുപോലെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മിത്രം ഞാൻ സുഹൃത്തുക്കൾ, ബാന്ധവാൻ ബന്ധുക്കൾ, ഇവരൊക്കെ. അപ്പോൾ യേശാം അസ്മദീയാനാം ഞങ്ങളുടെ പുരുഷാണാം ഈ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ പുത്ര പൗത്രാദീനാം, പിന്നെയോ ബന്ധുമിത്രാദീനാം, ഇവരെയൊക്കെ പിന്നെ എന്താണ്, പിന്നെയുള്ള യേഷാം പശൂനാം അസ്മദീയാനാം പശൂനാം എന്ന് പറഞ്ഞാൽ അസ്മനെ ഞങ്ങളുടെ, യേഷാം പശൂനാം ഈ പശുക്കൾ, ഗോക്കൾ, പിന്നെ എരുമ, മഹിഷി. അപ്പോൾ ഗോ മഹിഷ്യാദീനാം, അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിഭൂമിയും അതുപോലെ തന്നെ ഗോസമ്പത്തുമാണ് ഉണ്ടായിരുന്നത് കാര്യമായിട്ട്. നമുക്കറിയാം, അറിവുള്ള കാര്യമാണത്. അപ്പോൾ ഈ പശുക്കളെന്ന് പറയുന്നത്, അതുപോലെ തന്നെ കറവയുള്ള എരുമയെന്ന് പറയുന്നത്, പോത്ത്, അതുപോലെ കാള കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. കർഷകന് ആവശ്യമുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഈ പശുക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. പാല്, തൈര്, അതുപോലെ വളം, ഗോമൂത്രം ഇത്യാദികളും. അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് നിലം ഉഴുതുന്നതിനും ഒരുക്കൂട്ടുന്നതിനുമൊക്കെ ഈ മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗോക്കളെയും ഗോമഹിഷ്യാദീനാം, ഗോക്കളും മഹിഷ്യാദീനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരുമകൾ. അപ്പോൾ ഗോക്കളും, അപ്പോൾ മൊത്തമായിട്ട് ഗോക്കളെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പശൂനാം യേഷാം പശൂനാം ഈ പശുക്കളെയും അസ്മദീയാനാം യേഷാം പശൂനാം ഞങ്ങളുടെ ഈ പശുക്കളെയും, അസ്മദീയാനാം ഞങ്ങളുടെ ഈ പശുക്കളെയും എന്ത് ചെയ്യരുതെന്നുള്ളതാണ്. ഞങ്ങളുടെ ബന്ധുക്കളെയും പുരുഷാണാം, അതുപോലെ തന്നെ ഈ പശുക്കളെയും ഞങ്ങളുടെ സമ്പത്തായ ഈ ഗോക്കളെയും എന്ത് ചെയ്യരുത്. മാ ഭേഹേ മാ ഭീഷയതു, മാ ഭീഷയ പേടിപ്പിക്കരുത്. ഞങ്ങളുടെ പുരുഷന്മാരെയും അഥവാ ഞങ്ങളുടെ പുത്രപൗത്രാദീനാം, അതുപോലെ തന്നെ ബന്ധുമിത്രാദീനാം അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഭയത്തെ കൊടുക്കരുത്, അല്ലെങ്കിൽ ഭയപ്പെടുത്തരുത്. മാ ഭീഷയ മാ ഭേഹേ മാ ഭീഷയ, മാ പാടില്ല, ഞങ്ങളെ ഭയപ്പെടുത്തരുത്, ഞങ്ങളുടെ പുരുഷന്മാരെയും പശുക്കളെയും ഒന്നും ഭയപ്പെടുത്തരുത്. പിന്നെയോ മാ ഭീഷയ, പിന്നെ മാരഹ യേഷാം പുരുഷാണാം യേഷാം പശൂനാം മാ ഭേർമാരോ മാ ഭേഹേ മാരോ മാ അരഹ എന്ത് ചെയ്യാനും പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല, അരഹ ഗമയ നാശയ നാശയ അരഹ നശിപ്പിക്കുക എന്നർത്ഥം, ഗമയ പോക്കുക എന്നർത്ഥം. എങ്ങോട്ട് പോക്കുക? മരണത്തിലേക്ക്, നാശത്തിലേക്ക്. ഗമയ നാശയ അരഹ. ചൊല്ലുന്ന അവസ്ഥയിൽ അവിടെ എറർ വരുന്നുണ്ട്. ഭേഹേ, അപ്പോൾ ഈ വിസർഗം വിസർഗം ഭേഹേ, ഭേ കഴിഞ്ഞിട്ട് രണ്ട് കുത്ത്, അതായത് അഹ എന്ന് പറയുന്നത് അഹ. അപ്പോൾ ഭേഹേ അതും മാരോ അരഹ മാരോ ഈ രണ്ട് തമ്മിൽ ചേരുന്ന അവസൽ ഭേർ മാരോ, ഹേ എന്തായി വിസർഗം. ഭേർ മാരോ അരഹ, ഭേർ മാരോ ഭേഹേ മാരോ അരഹ
മാരഹ മ അരഹ മ അരഹ മ ഗമയ മ നാശയ. പാടില്ല, മ പാടില്ല. അരഹ നാശയ, നശിപ്പിക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും പശുക്കളെയും എന്ത് ചെയ്യാൻ പാടില്ല? അസ്മദീയാനാം പശൂനാം, അതുപോലെ അസ്മദീയാനാം പുരുഷാണാം, യേഷാം പുരുഷാണാം യേഷാം പശൂനാം, ഈ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ പുത്രപൗത്രാദീനാം അവരെയും, അതുപോലെ തന്നെ പശൂനാം ഗോമഹിഷ്യാദീനാം, അസ്മദീയാനാം ഗോമഹിഷ്യാനാം ഞങ്ങളുടെ ഗോമഹിഷികളെയും എന്ത് ചെയ്യാൻ പാടില്ല? മാ ഭേഹെ, മാ പാടില്ല, ഭേഹെ മാ ഭീഷയ, മാരോ മാ അരഹ, മാ പാടില്ല, അരഹ ഗമയ നാശയ പോക്കുക, നശിപ്പിക്കുക, നാശയ നശിപ്പിക്കരുത് എന്നർത്ഥം. പിന്നെ മാ ഭേർമാരമോ, മാ ഭേർമാരോ, മാ ഭേർമാരോമോ, മാ ഭേർമാരോ ഭേഹെ മാരഹ മാരോ മോ, പിന്നെ മാ ഭേർമാരോ മാ രോ മാ അരഹ മാരഹ. പിന്നെ മേ സോറി മോ, പിന്നെ അടുത്തത് മോ എന്ന് പറഞ്ഞാൽ മ എന്നർത്ഥം. മോ എന്ന് പറഞ്ഞാൽ മ പാടില്ല. യേഷാം ഇവകളെ എന്ത്? കിഞ്ചനാമത് ഈഷദവി കുറച്ചുപോലും, കിഞ്ചനാമി കിഞ്ചനാം അഭി, കിഞ്ചനാം അഭി കുറച്ചുപോലും, കുറച്ചുപോലും, ഈഷദവി കുറച്ചുപോലും, ഈഷദവി കിഞ്ചനാമത്, കിഞ്ചന ആമമത്, കിഞ്ചനാം കിഞ്ചനാമമത്, കിഞ്ചന അല്പം പോലും, ഈഷത് കിഞ്ചന ആമമത്, ആമം, ആമം എന്ന് പറഞ്ഞാൽ രോഗമാണ്, ആമം, ആമമത് രോഗമുള്ള, രുഗ്ണം ന കുരു മാ കുരു, രുഗ്ണം മാ കുരു, കിഞ്ചന ആമമത്, ആമമത് എന്ന് പറഞ്ഞാൽ ആമം എന്ന് പറഞ്ഞാൽ രോഗം, ആമമത് രോഗമുള്ളതാക്കിയിട്ട് ചെയ്യരുത്. മാ അവിടെ മാ ഭേർമാരോമോ, മാ ഭേർമാ, മാ ഭേർമാരോ, മാ ഭേർമാരോ, മാ ഭേർമാരഹ, ഭേർമാരോ മാരോ മാരഹ മോ മാ യേഷാം കിഞ്ചനാമത്, കിഞ്ചന ആമമത്, മ കിഞ്ചന, മ കിഞ്ചന ആമമത് കുറു, മ കിഞ്ചന ഒരു തരത്തിലും അല്പം പോലും, ഈഷത് കിഞ്ചന ഈഷത് അല്പം പോലും, മാ മോ എന്നുള്ളത് മാ പാടില്ല എന്നർത്ഥം. ആമമത് മ രുഗ്ണം കുരു, ആമമത് രോഗമുള്ള, രുഗ്ണം കുരു, മാ ആമമത് കുരു, മ രുഗ്നം കുരു. ഒന്നുകൂടെ ചൊല്ലാം. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞതിന് ശേഷം ദ്രാവേ അന്തസസ്പതേ ദരിദ്രനീല ലോഹിതാലയോ, ദ്രാവേ ദ്രാവി പറഞ്ഞു, ക്ലേശം കൊടുക്കുന്ന ദുഷ്ടന്മാർക്ക് ക്ലേശത്തെ കൊടുക്കുന്നവർ, അല്ലയോ ദ്രാവേ അന്തസസ്പത അന്തസഹ പതി, അന്തസഹ പതേ, അന്തസസ്പതേ അന്നത്തിൻ്റെ അന്നസ്യപതേ, അല്ലയോ അന്നത്തിൻ്റെ പാലക, അന്നത്തിൻ്റെ പ്രഭുവേ. പിന്നെ ദരിദ്രത് നീലലോഹിത, ദരിദ്രൻ നീലലോഹിത, ദരിദ്രത് നീലലോഹിത, ദരിദ്രൻ നീലലോഹിത, ദരിദ്രത് സ്വയം വിരക്ത, ദരിദ്രത് സ്വയം വിരക്തനായിട്ടുള്ളവനെ, നീലലോഹിത നീലവർണ്ണം, കണ്ടത്തിൽ നീലവർണ്ണവും, ബാക്കി ശരീരഭാഗത്തിൽ അന്യത്ര ശേഷഭാഗ ശരീരത്തിൽ താമ്രവർണ്ണമുള്ളവനെ ഉള്ളവനുമായ അലയോ രുദ്ര, ഹേ രുദ്ര. എന്താണ്? യേഷാം പുരുഷണം ഈ പുരുഷന്മാരെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും പുത്രപൗത്രാദികളെയും, യേഷാം പശൂനാം ഞങ്ങളുടെ ഈ ഗോസമ്പത്തിനെയും, ഗോമഹിഷ്യാദീനാം
സമ്പത്താണ്. ഈ ഗോക്കളും മഹിഷികളും ആയിട്ടുള്ള സമ്പത്തിനെയും എന്ത് ചെയ്യാൻ പാടില്ല? മാവേഹ മാ ഭീഷയ, അവയെ ഭയപ്പെടുത്താതിരിക്കുക. ഭയപ്പെടുത്താതിരുന്നാൽ പിന്നെ മാരോ മാ അരഹ മാ ഗമയ മാ നാശയ, അവയെ നശിപ്പിക്കരുത്. പിന്നെ മോ യേഷാം കിഞ്ചനമത്, മോ എന്ന് പറഞ്ഞാൽ മാ പാടില്ല, എന്തുകൂടി പാടില്ല. യേഷാം ഇവകളെ, കിഞ്ചന മമത്, കിഞ്ചന ആമമത്, കുറച്ച പോലും ഈഷത് രുഗ്ണം രോഗമുള്ളവരാക്കിയിട്ട് മാറ്റരുത്. ആമമത് രോഗമുള്ള, രുഗ്ണം അപ്പോൾ രോഗം ഉള്ളവരാക്കി തീർക്കരുത് എന്നർത്ഥം. മാ മാ കിഞ്ചനാമമത്, കിഞ്ചന ആമമത്, ആമം രോഗം, ആമമത് രോഗമുള്ള, കിഞ്ചന അല്പം പോലും മാ ചെയ്യരുത്, രോഗമുള്ളവരാക്കരുത്. ചൊല്ലാം. ദ്രാവേ അന്തസസ്പദേ ദരിദ്രൻ നീലലോഹിത യേഷാം പുരുഷാണാം യേഷാം പശൂനാമാഭ്യർമാരോമോ യേഷാം കിഞ്ചനാമമത്. ഒന്നുകൂടെ ചൊല്ലാം. ദ്രാവേ അന്തസസ്പദേ ദരിദ്രൻ നീലലോഹിത യേഷാം പുരുഷാണാം യേഷാം പശൂനാം മാഭ്യർമാരോമോ യേഷാം കിഞ്ചനാമമത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഫലശ്രുതി, അത് ഇതിൽ മന്ത്രസിദ്ധി, ഈ മന്ത്രസിദ്ധി ലഭിക്കുന്നതിനായിട്ട് എത്ര തവണ ജപം ചെയ്യണമെന്നാണ്. എങ്ങനെ ജപം ചെയ്യണം? അഷ്ടോത്തര ശത പ്രാണായാമപൂർവകം പഞ്ചസഹസ്രം ജപേത്. അഷ്ടോത്തര ശത പ്രാണായാമപൂർവകം. പ്രാണായാമം എന്ന് അറിയാമല്ലോ. പ്രാണായാമത്തിന് ഒരു മന്ത്രവുമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം. കമൻറ്റ് ബോക്സിൽ അതെന്താണെന്ന് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ 108 പ്രാണായാമം ചെയ്തിട്ട് പഞ്ചസഹസ്രം 5000 തവണ കണ്ടിന്യൂസ് ജപം, നിരന്തര ജപം, 108 പ്രാണായാമം ചെയ്യണം. എന്നിട്ട് പഞ്ചസഹസ്രം ജപേത് 5000 തവണ ജപം ചെയ്യുക, നിരന്തര ജപം. മന്ത്രസിദ്ധി ലഭിക്കും. മന്ത്രസിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്, എന്തൊക്കെയാണെന്നുള്ളത്. മാറിപ്പോയത്. അത് പുരുഷനം ചെയ്യേണ്ടത് പഞ്ചസഹസ്രം അല്ല. ഇത് ഈ മന്ത്രം ഏകദിന ഉപവാസപൂർവകം. ഈ മന്ത്രം ഞാൻ ഈ 108 പ്രാണായാമത്തിൻ്റെ ഇത് പറഞ്ഞാൽ അത് അടുത്ത മന്ത്രമാണ്. 108 പ്രാണായാമത്തോടു കൂടെ ചെയ്യേണ്ടത് പഞ്ചസഹസ്രം. ഈ മന്ത്രം ഇപ്പം നമ്മൾ ചൊല്ലി ദ്രാവേ അന്തസ്സുസ്ഥ എന്നുള്ള ഈ മന്ത്രം പിന്നെ ഏകദിന ഉപവാസപൂർവകം, ഒരു ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചിട്ട് ആയുധം ജപാത്, ആയുധ ജപം. ആയുധം എന്ന് പറഞ്ഞാൽ 10,000. അപ്പോൾ ഈ മന്ത്രം ഒരു ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചതിന് ശേഷം 10,000 തവണ നിരന്തര ജപം, കണ്ടിന്യൂസ് ജപം ചെയ്തു കഴിഞ്ഞാൽ മന്ത്രസിദ്ധി ലഭിക്കും. ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് സകല ഭൂതഭയ ജ്വര ശാന്തി ധനലാഭ ഭൈരവ സാക്ഷാത്കാര ഫലപ്രദോ അയം മന്ത്ര. സകല ഇവിടെ ഭൂതപ്രേത വിശ്വാസികൾ എന്ന് പറയാം. അത് ഭയം, അതുപോലെ ജ്വരം ഇല്ലാതാവും, ജ്വരശാന്തി. പിന്നെ ധനലാഭം, പിന്നെയുള്ള ഭൈരവ സാക്ഷാത്കാരം, ഭൈരവനെ ദർശിക്കാനുള്ള, ഭൈരവനെ മനസ്സിലാക്കാനുള്ള, ദർശിക്കാനുള്ള ഭൈരവ സാക്ഷാത്കാരം ലഭിക്കും. ഭൈരവൻ എന്ന് പറഞ്ഞാൽ ശ്രീ രുദ്രൻ തന്നെയാണ്, ശിവൻ തന്നെയാണ്. ആ സാക്ഷാത്കാരം, ശിവസാക്ഷാത്കാരം, ഭൈരവ സാക്ഷാത്കാരവും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ച് 10,000 തവണ നിരന്തരം ജപം ചെയ്ത് കഴിഞ്ഞാൽ മന്ത്രസിദ്ധി ലഭിക്കും. എന്തൊക്കെയാണ് ഫലശ്രുതി എന്ന് പറയുന്നത്? സകല ഭൂതഭയം,
സകലഭൂതത്തിൻ്റെ ഉള്ള സകലഭൂതങ്ങളിൽ നിന്നുള്ള ആ ഭയമുണ്ടല്ലോ, ആ ഭയത്തിൽ നിന്നുള്ള മുക്തി. പിന്നെ ജ്വരശാന്തി, പലതരത്തിലുള്ള ജ്വരങ്ങളുണ്ട്, ആ ജ്വരമില്ലാതാവും. പിന്നെയുള്ള ധനലാഭം. പിന്നെയുള്ളത് ഭൈരവ സാക്ഷാത്കാരം, രുദ്ര സാക്ഷാത്കാരവും ലഭിക്കുന്നതാണ് ഈ മന്ത്രം 10,000 തവണ ഒരു ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ച് 10,000 തവണ ജപം ചെയ്ത് നിരന്തര ജപം മന്ത്രസിദ്ധിയിലേക്ക്. അടുത്ത മന്ത്രത്തിൻ്റെ ആണ് 108 പ്രാണായാമം ചെയ്ത് പിന്നെ പഞ്ചസഹസ്ര ജപം ചെയ്യണം. അത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. പിന്നെ പ്രാണായാമത്തെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് നാളെ അടുത്ത വീഡിയോയിൽ ഞാനത് ചെയ്തതിന് ശേഷം അടുത്ത മന്ത്രം വ്യാഖ്യാനം ചെയ്യുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ രുദ്രായ. അടുത്ത വീഡിയോയിൽ കാണാം.